ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം എൻ്റെ പേര് മിന്നാജ്. ഞാൻ S7 CFA ലാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കവർ ചെയ്യാനുള്ളത് നെറ്റ്വർക്ക് ബേസിക്സ്, അതുപോലെ തന്നെ ARP സ്കൂപ്പിംഗ്, DNS പോയിസണിങ്, ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് ആണ്. സത്യം പറഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം ഈ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ തേർഡ് ഇയർ ഒക്കെ എത്തിക്കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ നെറ്റ്വർക്ക് ഒക്കെ പഠിക്കുക. അപ്പൊ എന്തായാലും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തായാലും നമുക്കിപ്പോ ചെറിയൊരു ബേസിക്സിലോട്ട് കടക്കാം. ഓക്കെ, അപ്പം ഇന്ന് ഞാനും ഗ്ലാഡ്വിനും കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കിയായിട്ട് ഗ്ലാഡ്വിൻ എടുക്കും. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഇന്റർനെറ്റ് വർക്ക് ചെയ്യണതെന്ന് അറിയോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് മൈക്ക് ഓൺ ചെയ്ത് പറയണേ. ഇന്റർനെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നു, ആ മെസ്സേജ് എങ്ങനെ മറ്റുള്ള ആളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നത് എന്നുള്ളത് ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പൊ അവിടേക്കാണ് നമുക്ക് ഈ ഒരു നെറ്റ്വർക്സിന്റെ ഒരു ഇതിലോട്ട് നമ്മൾ ചിന്തിക്കാം. ഓക്കെ, ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഓക്കെ, ഞാൻ പറയാം എന്തായാലും. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇപ്പൊ എന്താണ് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോ എനിക്ക് എന്താണ് ഇപ്പം കുറെ പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഗൾഫിലാണ് നിൽക്കുന്നത് വിചാരിക്കുക. അപ്പൊ ഗൾഫിൽ നിന്ന് എനിക്ക് നാട്ടിലോട്ടൊരു മെസ്സേജ് അയക്കണം. അപ്പോ എന്താണ് അങ്ങനെ അയക്കണ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, അതിന്റെ ഒരു അഡ്രസ്സ് എഴുതും, പോസ്റ്റൽ അഡ്രസ്സ് എഴുതും. എന്നിട്ട് ഞാൻ എന്റെ മെസ്സേജ് ആ ഒരു അഡ്രസ്സിലോട്ട് അയച്ചു കൊടുക്കും. സെയിം വേ നമുക്ക് അതുപോലൊക്കെ തന്നെ ഇത് റിലേറ്റ് ചെയ്തിട്ട് പറയാം. ഇപ്പം ലൈക്ക് ഇപ്പൊ ഞാനൊരു എന്താ പറയാ, എന്റെ മൊബൈലിൽ ഞാനൊരു മെസ്സേജ് വേറൊരു മൊബൈലിട്ട് അയക്കുന്നത്. അപ്പൊ അന്നേരം ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളെ പോസ്റ്റൽ അഡ്രസ്സിന് പകരം ഇവിടെ അതിന് പകരമായിട്ട് വരുന്ന ആളാണ് IP അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓരോ ഇന്റർനെറ്റിനും ഓരോ IP അഡ്രസ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ഡിവൈസിലും ഓരോ ഫിസിക്കൽ ആയിട്ടുള്ള അഡ്രസ്സും ഉണ്ടാവും. അപ്പോൾ ആ ഫിസിക്കൽ അഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിന്റെ ഒരു IP അഡ്രസ്സും വെച്ചിട്ടാണ് നമ്മളുടെ ഈ മെസ്സേജസ് എല്ലാം നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ചെറിയൊരു ഐഡിയ മനസ്സിലായിട്ട് വിചാരിക്കും. IP അഡ്രസ്സ് ഇല്ലെങ്കിൽ ഒരു MAC അഡ്രസ്സ് എന്നുള്ള ഒരു സംഭവമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജ് ആയാലും മെയിലായിട്ട് അയക്കുന്ന മെസ്സേജ് ആയാലും ഒക്കെ മറ്റൊരാളുടെ എത്തുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോ ഇതാണ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്, ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞു IP അഡ്രസ്സ്, അതുപോലെ തന്നെ ഫിസിക്കൽ MAC അഡ്രസ്സ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ നമുക്ക് എന്താണ് ഈ IP അഡ്രസ്സ്? ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു പോസ്റ്റിലായിട്ട് അയക്കുന്ന സംഭവം, ഇത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോവാം. അപ്പൊ നമുക്ക് അടുത്തത് എന്താണ് ഈ ഒരു IP അഡ്രസ്സ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, IP അഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ IP അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് എൻവലപ്പിൽ എഴുതിയിട്ട് അയക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലോട്ടാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിലത്തെ അഡ്രസ് ആണ് ഞാൻ എൻവലപ്പിന് ഫ്രണ്ടിൽ എഴുതാം. അതുപോലെ തന്നെ എന്താ ലൈക്ക് ഒരു ഡിജിറ്റൽ ഹോം അഡ്രസ് ആയിട്ടാണ് ഇവിടെ നമുക്ക് IP അഡ്രസ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം എന്റെ ഡിവൈസ് ഒരു നെറ്റ്വർക്കായി യൂസ് ചെയ്യുന്നത്, ബട്ട് ഞാൻ മെസ്സേജ് അയക്കുന്ന ആള് യൂസ് ചെയ്യുന്നത് വേറെ നെറ്റ്വർക്കാണ്. സോ അവരുടെ IP ഡിഫറെന്റ് ആണ്. അപ്പം ആ ഒരു IP മെൻഷൻ ചെയ്തിട്ടായിരിക്കും ഞാൻ എന്റെ മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, അപ്പം അല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ യുണീക്ക് അഡ്രസ് ഫോർ എവറി ഡിവൈസ്. എല്ലാ ഡിവൈസിനും ഉണ്ടാവുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു അഡ്രസ് ആണ് ഈ IP അഡ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു പോസ്റ്റൽ അഡ്രസ് എന്നൊക്കെ പറയില്ല. അപ്പൊ ഇപ്പൊ എന്റെ വീടിന് ഒരു അഡ്രസ് ഉണ്ട്, ഇപ്പൊ ഹൗസ് നമ്പർ എന്താ പറയാ 292B എന്നൊക്കെ പറഞ്ഞ ഒരു ഹൗസ് നമ്പർ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഓരോ ഡിവൈസിനും എന്തുണ്ടാവും, ഓരോ IP അഡ്രസ് ഉണ്ടാവും. ഓക്കെ, അപ്പോ IP അഡ്രസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് യുവർ ഹൗസ് നമ്പർ ഓൺ ദ ഇന്റർനെറ്റ്. ഓക്കെ, ഇന്റർനെറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ഹൗസ് നമ്പർ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ IP അഡ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഒക്കെ ഉണ്ട്, 192.168.1.104. ഇതൊക്കെ ഓരോ എന്താ പറയാ, ഇതിനും ഈ ഓരോ നമ്പറും ഓരോ ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതിന് ഓരോ ക്ലസ്റ്റർ A B അങ്ങനെ കുറെ ഒരുപാട് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്. നമ്മൾ
ഈ വരും സെമസ്റ്ററുകളിലൊക്കെ ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ ഓക്കെ, അതെല്ലാം അങ്ങനെ കുറേ ഉണ്ട്. ഓരോ ക്ലസ്റ്ററുകളൊക്കെ ആയിട്ട് നമ്മൾ ഈ നെറ്റ്വർക്കിനെ തിരിച്ചിട്ടുണ്ട്. സോ അതൊക്കെയാണ് ഈ ഓരോ നമ്പേഴ്സും ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ നമ്പേഴ്സ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ദെൻ ശരിക്കും പറഞ്ഞാല് ഓക്കെ, ഇത് ഡാറ്റാസ് എല്ലാം ഇങ്ങനെ പാക്കറ്റ്സ് ആയിട്ടാണ് ഇത് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു IP അഡ്രസ് വഴി ഡാറ്റാസ് ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ, അതായത് ഡെലിവർ ചെയ്യുന്നുണ്ടല്ലോ, ഈ ഒരു മെസ്സേജ് ഡെലിവർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്, TCP ആൻഡ് UDP. ഓക്കെ, TCP UDP. അപ്പം ട്രാൻസിഷൻ കൺട്രോൾ പ്രോട്ടോകോളും യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോളും, ഇതാണ് ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. TCP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ, UDP എന്ന് വെച്ചാൽ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോളും. ഓക്കെ, അപ്പൊ ഇതെന്താന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പൊ നമ്മൾ ആലോചിക്കാം, ഇപ്പം എന്താ പറയാ, നമ്മളിപ്പോ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നമുക്ക് അത് വരുന്ന ഓരോ സ്റ്റെപ്പ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. നമ്മളൊരു സാധനം അവിടെ നിന്ന് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ എത്തുന്നിടത്തോളമുള്ള അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, അതെവിടെ എത്തി, അങ്ങനെയൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ TCP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കൊറിയർ വിത്ത് ചെക്ക് ലിസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മളൊരു കൊറിയർ ഓർഡർ ചെയ്തു, അത് നമ്മൾ അയച്ചു, അപ്പൊ അത് നമ്മൾ അതിന്റെ ഇടയ്ക്കുള്ള ഓരോ സ്ഥലത്തും എന്തുണ്ടാവും, അത് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നല്ല ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷെ അതെന്താണ്, നമുക്ക് നമ്മളത് ഹാൻഡ് ഓവർ ചെയ്തോ, അല്ലെങ്കിൽ കസ്റ്റമർ അത് ഹാൻഡ് ഓവർ ചെയ്തോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്യുന്നു, ആ സാധനം ഓർഡർ ചെയ്തതിനു ശേഷം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയ ചെക്കിങ്സ് എല്ലാം ചെയ്യുന്നു, എന്നിട്ട് നമ്മളെ കയ്യിൽ അത് റിസീവ് ആവുന്നു. ലൈക്ക് മെസ്സേജ് ആയിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യപ്പെടുക. അപ്പൊ ഞാൻ എന്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചു, ആ മെസ്സേജ് ഓരോ നെറ്റ്വർക്ക് വഴി അത് സഞ്ചരിച്ച് എന്ത് ചെയ്യുന്നു, അത് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള യൂസർ യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിലോട്ട് അത് എത്തുന്നു. സോ അത് ഓരോ ഘട്ടത്തിലും അത് അതിന് ചെക്കിങ് നടത്തിയതിനു ശേഷം അവിടെ എത്തി എന്നുള്ളത് കൺഫേം ചെയ്യപ്പെടുന്നു. അതാണ് TCP ചെയ്യുന്നത്. ബട്ട് UDPന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ UDP ഭയങ്കര ഫാസ്റ്റ് ആണ്, നമ്മുടെ TCP കടലൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UDPയിൽ നമ്മൾ അയച്ച മെസ്സേജ് അവിടെ എത്തിയോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിനും ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. TCP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്ലോ ആയിട്ട് ഓരോന്ന് ചെക്ക് ചെയ്ത് പോകും, എന്നിട്ട് അവിടെ എത്തിയോ എന്നുള്ളത് കൺഫേം ചെയ്യും. അപ്പൊ ആ ഒരു എത്തി എന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ബട്ട് UDPന്റെ കേസിൽ അങ്ങനെയല്ല. UDP നമുക്ക് ഏറ്റവും ഇതിലും ഫാസ്റ്റ് ആയിട്ട് സംഭവം എത്തുന്നുണ്ട്, പക്ഷെ നമുക്ക് അവിടെ എത്തിയോ എന്നുള്ളത് നമുക്ക് കൺഫർമേഷൻ ചെയ്യാനുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പൊ അതാണ് UDP TCP ഉള്ള ഒരു വ്യത്യാസം. ഇപ്പൊ TCP നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമെയിൽസ്, വെബ്സൈറ്റ്, ഫയൽ ഡൗൺലോഡ്സ്, ഫയൽ ട്രാൻസ്ഫേഴ്സ്, ഇതിനൊക്കെയാണ് നമ്മൾ TCP യൂസ് ചെയ്യുക. പിന്നെ UDP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രീമിങ്, ഗെയിമിങ്, വീഡിയോ കോൾസ്, ഇങ്ങനത്തേനൊക്കെയാണ് നമ്മൾ UDP എന്നുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുക. കാരണം നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമല്ലോ. അപ്പൊ അതിനൊക്കെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് നമ്മൾ UDP യൂസ് ചെയ്യുക. കുറച്ച് സമയം എടുത്തിട്ടൊക്കെ ചെയ്യുന്നതിന് നമ്മൾ TCP ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് TCP UDP ഡെലിവറി സർവീസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ദെൻ ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് ARP. ARP എന്താ നോക്കാം. ARPന്റെ ഫുൾ ഫോം വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എന്നാണ് ARPന്റെ ഒരു ഫുൾ ഫോം പറയുന്നത്. ഇതിന്റെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻഡ്സ് എ ഡിവൈസ് ഫിസിക്കൽ അഡ്രസ് ഓൺ എ ലോക്കൽ നെറ്റ്വർക്ക്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു നെറ്റ്വർക്കിനകത്താണ് നമ്മൾ ഈ ഡിവൈസ് എല്ലാം ഉണ്ടാവുക. അപ്പൊ ഒരു സ്പെസിഫിക്കലി ഉള്ള ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസിന്റെ അഡ്രസ് ഫൈൻഡ് ചെയ്യാനാണ് നമ്മൾ ഈ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സംബന്ധിച്ചാൽ ARP മീൻസ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ഫൈൻഡ്സ് ദ ഫിസിക്കൽ അഡ്രസ്. ഈ ഫിസിക്കൽ അഡ്രസ് ഞാൻ പറയുന്ന വേറൊരു പേരാണ് MAC അഡ്രസ്. MAC അഡ്രസ് എന്നും കൂടെ പറയാൻ പറ്റും. അപ്പൊ ARP ഫൈൻഡ്സ് ദ ഫിസിക്കൽ അഡ്രസ് ഓഫ് ഡിവൈസ് ഇൻ യുവർ ലോക്കൽ നെറ്റ്വർക്ക്. അപ്പൊ നമ്മളെ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിലെ ശരിക്കും പറഞ്ഞ ഒരു ഓൾറെഡി അതിന്റെ കയ്യിലുണ്ട്, ഓൾറെഡി നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാവും ഈ നെറ്റ്വർക്കിലെ ഡിവൈസസ് ഏതൊക്കെയാണുള്ളത്. സോ ഈ
നമ്മളൊരു ഡിവൈസിനെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് കണ്ടെത്തുക, അതാണ് ശരിക്കും ARP ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ എന്റെ ഡെസ്റ്റിനേഷൻ ആയിട്ട് ഒരു അഡ്രസ്സ് ചൂസ് ചെയ്യുന്നു. അപ്പൊ ആ അഡ്രസ്സ് ഈ ഒരു നെറ്റ്വർക്കിൽ ഉണ്ടോ എന്നുള്ളതൊക്കെ ഫൈൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് അയക്കുന്നു. അപ്പം ഈ ARP ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ, ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോക്കൽ നെറ്റ്വർക്കിലെ എല്ലാ ഡിവൈസിന്റെയും അഡ്രസ്സ് ഈ ഒരു ARP ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ നമ്മൾ ഇപ്പം എനിക്ക് ആ ഒരു ലോക്കൽ നെറ്റ്വർക്കിലെ ഒരു ഡിവൈസിന് ഇന്ന അഡ്രസ്സിലോട്ട് എനിക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയി എവിടെ ഫൈൻഡ് ചെയ്യാം? ARP വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷൻ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, അതായത് ARP റിക്വസ്റ്റ് ഉണ്ട്, ARP റിപ്ലൈ എല്ലാം ഉണ്ട്. ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ARP എന്താണ്, ARPന്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ARP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്രസ് റിസർവേഷൻ പ്രോട്ടോകോൾ ഒരു ലോക്കൽ നെറ്റ്വർക്കിലുള്ള ഡിവൈസസിന്റെ അഡ്രസ് ഫൈൻഡ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് നമ്മുടെ ARP ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ARP സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു ARP റിക്വസ്റ്റ്, അതായത് ഇപ്പം ലൈക്ക് ഈ ഒരു PPT നിങ്ങൾ കാണുന്നുണ്ടാവും. ARP റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു IP അഡ്രസ് ഉണ്ട്, 192.168.1.104 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IP അഡ്രസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോ ഒരു മെസ്സേജ് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഒരു ഡിവൈസിൽ നിന്ന് വേറൊരു ഡിവൈസിലോട്ട് എനിക്ക് സെൻഡ് ചെയ്യണം. അപ്പൊ അന്നേരം ഞാൻ ആദ്യം റിക്വസ്റ്റ് ചെയ്യും. അതായത് ഇന്ന ഒരു ഡിവൈസ് അവൈലബിൾ ആണോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഒരു റിക്വസ്റ്റ് നമ്മൾ ആദ്യം സെൻഡ് ചെയ്യും. ഓക്കെ, ആ ഒരു ആ നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും, അതിലോട്ട് നമ്മൾ അയക്കും. അതായത് ഇതിൽ ARP വെച്ചിട്ടാണ് നമ്മൾ അത് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് പോകുന്ന നേരം അവിടെ നിങ്ങൾക്ക് റിപ്ലൈ വരണം. ഓക്കെ, ഇത് ഞാനാണ്, ദാറ്റ്സ് മീ. നിങ്ങൾക്ക് കാണാൻ പറ്റും ARP റിപ്ലൈ ദാറ്റ്സ് മീ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു IP അഡ്രസ് നിലവിലുണ്ട്, അല്ലെങ്കിൽ അവിടെ ഫങ്ഷനിങ് ആണ്, അല്ലെങ്കിൽ അവൈലബിൾ ആണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മെസ്സേജ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ARPന്റെ ഒരു മൊത്തത്തിലുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ARP വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രൈമറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ARP ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ARP റിക്വസ്റ്റ് ചെയ്തതിലൂടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ ഫംഗ്ഷനിങ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ARP റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇന്നൊരു അഡ്രസ് അവിടെ ഉണ്ട്, സോ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ എന്നുള്ളൊരു റിപ്ലൈ ആണ് നമുക്ക് ARP റിപ്ലൈയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ARPന് എന്താണ്, ARPന്റെ ഫംഗ്ഷനിങ് എന്താണെന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് ഇനി പഠിക്കാനുള്ളത് എന്താണ്? ഇപ്പൊ ARPന്റെ അടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി. ഓക്കെ, അതായത് ഒരു മെസ്സേജ് അയക്കാൻ വേണ്ട അത്യാവശ്യമായിട്ട് വേണ്ട ഒരാളാണ് ആര്? അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോളിലെ ARP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതിനുശേഷം മാത്രമേ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. അതായത് അങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു മെസ്സേജ് ഉണ്ടോ ഇല്ലയോ, സോറി, ആ ഒരു ഡിവൈസ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ARP റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ അത് അവിടെ ഉണ്ട് എന്ന് പറയുന്നതാണ് ARP റിപ്ലൈയിലൂടെ അത് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മെസ്സേജിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ബേസിക്കലി ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് നടക്കുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഈ ARPയിൽ നടക്കുന്ന ARP സ്പൂഫിങ്, അതായത് ഈ ARPയിലും കുറെ ഹാക്കേഴ്സ് കുറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൽ കുറെ തട്ടിപ്പുകളും ഒക്കെ നടത്താനുള്ള ഒരു ചാൻസ് ആണ്. അപ്പൊ എന്താണ് ARP സ്പൂഫിങ്? അതാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഡെഫിനിഷൻ ആയിട്ട് പറയാനുള്ളത് an attack where a hacker impersonates another device. ഓക്കെ, അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഇപ്പോ എന്റെ ഡെസ്റ്റിനേഷനിൽ ഉള്ളത്, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്കിപ്പോ ഒരു ഡെസ്റ്റിനേഷനിലോട്ട്, ഇപ്പൊ എനിക്ക് വിദേശത്തുള്ള ഒരു ഫ്രണ്ടിന് എനിക്ക് മെസ്സേജ് അയക്കണം. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു IP അഡ്രസ്സിലോട്ട് എനിക്ക് മെസ്സേജ് അയക്കണം എന്നുള്ള ARP റിക്വസ്റ്റ് എന്ത് ചെയ്യുന്നു, എന്റെ നെറ്റ്വർക്ക് ഞാൻ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നെറ്റ്വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹാക്കേഴ്സ് ഇതിൽ ഇടപെടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ അയക്കുന്ന മെസ്സേജ് ഇല്ലേ, സോറി, ഈ IP അഡ്രസ് ഉണ്ടല്ലോ, ഈ IP അഡ്രസ്സിൽ ഇവരെന്തെങ്കിലും ചേഞ്ചസ് വരുത്തും. അതാണ് ഇംപെർസനേറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതാണ് ഈ ഹാക്കേഴ്സ് ഇടപെട്ടിട്ട് ആ ഒരു ഡെസ്റ്റിനേഷൻ അവർ ചേഞ്ച് ആക്കി കളയും. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഇപ്പൊ ലൈക്ക് ഇപ്പൊ നമ്മൾ മണി ട്രാൻസ്ഫർ ഒക്കെ നടത്തുകയാണെങ്കിൽ വിചാരിച്ചോ, അങ്ങനത്തെ വരെ നമുക്ക് ഭയങ്കര ഒരു തട്ടിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡിവൈസിന്റെ ഒരു ഡിവൈസ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഹാക്കേഴ്സ് എന്ത് ചെയ്യുന്നത്, ഇതിൽ ഇടപെട്ടിട്ട് അതിന്റെ ഒരു IP അഡ്രസ് ചെയ്തിട്ട് അതിന്റെ ഡെസ്റ്റിനേഷൻ വേറെ രീതിയിലാക്കി കളയും. ബട്ട് നമുക്ക് മനസ്സിലാവാം, ഓക്കെ, അത് അവിടെ റിസീവ്ഡ് ആയി, ആ മെസ്സേജ് അവിടെ റിസീവ്ഡ് ആയി എന്ന രീതിയിൽ നമുക്ക് ഇങ്ങോട്ട് റിപ്ലൈ എല്ലാം വരും, ARP റിപ്ലൈയും കാര്യങ്ങളെല്ലാം വരും. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ഓക്കെ, ആ ഒരു ഡിവൈസ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ തന്നെയാണ്, ഓക്കെ, അത് പോകുന്നുണ്ടെന്നൊക്കെ വിചാരിക്കും. ബട്ട്
അതിനിടയ്ക്ക് ഹാക്കേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐപി അഡ്രസ് എല്ലാം മാറ്റി കളഞ്ഞിട്ട് അത് വേറെ നമ്മൾ അയക്കുന്ന മെസ്സേജസ് എല്ലാം വേറൊരു അനദർ ഡിവൈസിലോട്ട് അത് പോകും. ഓക്കെ, അപ്പൊ അതാണ് ARP സ്പൂഫിംഗ് എന്നുള്ളത് ബേസിക്കലി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് നമുക്കിനി ഒരു ടോപ്പിക് കൂടെയാണുള്ളത്, ഡേഞ്ചേഴ്സ് ഓഫ് ഓക്കെ ARP സ്പൂഫിംഗ്. ഓക്കെ, ഈ ARP സ്പൂഫിംഗിന്റെ ഡേഞ്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീലിംഗ് പാസ്വേഡ് ആൻഡ് ഡാറ്റ. നമ്മുടെ പാസ്വേഡ് ഒക്കെ എന്ത് ചെയ്യും നമുക്ക് ഇല്ലെങ്കിൽ അത് വേറെ ആൾക്ക് കിട്ടില്ലെങ്കിൽ അത് നമ്മൾ പാസ്വേഡിൽ നമ്മൾ പേഴ്സണലി നമ്മൾ സൂക്ഷിച്ചേക്കുന്ന സാധനമല്ല. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും വേറെ ഹാക്കേഴ്സിന്റെ കയ്യിലെത്തും. അപ്പൊ അത് വെച്ചിട്ട് അവർ കുറെ മലീഷ്യസ് ആയിട്ടുള്ള വേറെ കുറെ പ്രവൃത്തികളെല്ലാം ചെയ്യും. അതുപോലെ തന്നെ മോഡിഫൈ ഇൻഫോർമേഷൻ. ഇപ്പൊ നമ്മളുടെ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ARP സ്പൂഫിംഗ് വഴി അവർക്ക് എന്ത് ചെയ്യാം, അതിൽ വേറെ ചേഞ്ചസ് വരുത്താം, അല്ലെങ്കിൽ അത് ലീക്ക് ചെയ്യപ്പെടാം, അങ്ങനെ കുറെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനുശേഷം തന്നെ ബ്ലോക്ക് ഇന്റർനെറ്റ് ആക്സസ്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഇന്റർനെറ്റ് ആക്സസ് ബ്ലോക്ക് ചെയ്യാൻ ഇവർക്ക് ഇങ്ങനെ കുറെ ഒരുപാട് ഡേഞ്ചേഴ്സ് ആയിട്ടുള്ള സൈഡ്സ് ഇതിന് ഉണ്ട്. ARP സ്പൂഫിംഗ് വഴി ഇതൊക്കെ നടക്കും. നമ്മളെ പാസ്വേഡ് ലീക്ക് ചെയ്യപ്പെടാം, നമ്മളെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് അവർക്ക് ലീക്ക് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്താം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഇന്റർനെറ്റ് ആക്സസ് അവർക്ക് ബ്ലോക്ക് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ ഇത്രയും ഡേഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ ARP സ്പൂഫിംഗിൽ ഉണ്ട്. ഓക്കെ, ARP എന്താണ് മനസ്സിലായി, ARP എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ ബേസിക്കലി നടക്കാൻ വേണ്ടി നമുക്ക് ARP ആവശ്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അതിനുശേഷം നമ്മൾ എന്താണ് ARP സ്പൂഫിംഗ്, അതായത് ഹാക്കേഴ്സ് വഴി അറ്റാക്ക് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചു. സോ അതിന്റെ സൈഡ് എഫക്ട്സ് എന്താണെന്നുള്ളത് അത് നമ്മൾ പഠിച്ചു. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാനുള്ളതാണ് DNS പോയിസണിങ്. ഓക്കെ, DNS ഡൊമൈൻ നെറ്റ്വർക്ക് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഞാന് ഡൊമൈൻ നെറ്റ്വർക്ക് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ വെബ്സൈറ്റിനും ഇപ്പൊ നമ്മളൊക്കെ ഒരുപാട് വെബ്സൈറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ വെബ്സൈറ്റിനെല്ലാം എന്തുണ്ടാവും, ഒരു IP അഡ്രസ് ഉണ്ടാവും അതിനായിട്ടുള്ള. ബട്ട് നമ്മൾ ആരും തന്നെ ആ ഒരു IP അഡ്രസ് അല്ല ബ്രൗസറിലോ ഗൂഗിളിലോ പോയി സെർച്ച് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് LBS എന്താ പറയാ LBSന്റെ സൈറ്റ് എടുക്കാം, lbsk.ac.in എന്നുള്ള ഒരു സൈറ്റ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അത് ശരിക്കും നമ്മൾ നെയിമാണ് ചെയ്യുന്നത്. ആക്ച്വലി ഈ വെബ്സൈറ്റിനൊക്കെ എന്തുണ്ടാവും, ഒരു IP അഡ്രസ് ഉണ്ടാവും. അപ്പൊ ഈ IP അഡ്രസ്, അതായത് നമ്മൾ അടിക്കുന്ന പേരും ഈ IP അഡ്രസ്സും മാച്ച് ആവണം. അപ്പൊ അതായത് നമുക്ക് സുഖം എന്താണ്, പേരടിക്കുന്നല്ലേ. നമുക്ക് എന്ത് നമുക്ക് പേരടിക്കുന്ന ആളല്ലേ, ഓർത്ത് വെക്കാനും സുഖം നമുക്ക് പേരാക്കാനും. ഞാൻ മുന്നേ കാണിച്ച മറ്റേ 192.168.168.1.104 എന്നുള്ള നമ്പർ നമ്മൾ എങ്ങനെ ഓർത്ത് വെക്കാം, ഓരോ വെബ്സൈറ്റിനും ഓരോ നമ്പർ ആയിരിക്കും. അപ്പൊ അത്രയും നമ്പേഴ്സ് എല്ലാം നമുക്ക് ഓർത്ത് വെക്കാനൊക്കെ ഭയങ്കര ഇടങ്ങാറാണ്. അപ്പം അതിന് വേണ്ടി നമ്മൾ DNS ഡൊമൈൻ നെറ്റ്വർക്ക് സിസ്റ്റം എന്നുള്ളത് ആ സാധനം യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു പേരുണ്ട്, ഇപ്പൊ lbsk.ac.in. അപ്പൊ അതെന്ത് ചെയ്യും, ഡീകോഡ് ചെയ്തിട്ട് ആ ഒരു IP അഡ്രസ്സിലോട്ട് പോകും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും, ആ സൈറ്റിൽ റീച്ച് ചെയ്യുന്നു. അപ്പൊ DNS എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അതായത് ഇപ്പം കുറെ സൈറ്റ്സ് ഇല്ലേ, അപ്പൊ ആ സൈറ്റ്സിന്റെ ഒക്കെ IP അഡ്രസ് എങ്ങനെ, ഇപ്പൊ 1-2 സൈറ്റ്സിന്റെ ഒക്കെ നമുക്ക് പഠിച്ചു വെക്കാൻ നോക്കാം. ബട്ട് എല്ലാത്തിനും നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനാണ് DNS വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന നെയിമും അതെന്ത് ചെയ്യും, ആ നെയിം ഡീകോഡ് ചെയ്തിട്ട് നേരെ ആ ഒരു IP അഡ്രസ്സിലോട്ട് പോകും. ദെൻ നമുക്ക് ആ സൈറ്റിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റും. ദെൻ സർവീസിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ബേസിക്കലി DNS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിലും DNS പോയിസണിങ് മീൻസ് അറ്റാക്ക് നടക്കാം, സൈബർ അറ്റാക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നടക്കാം. ലൈക്ക് ഓക്കെ DNS ഞാൻ ഒന്നുകൂടി പറയാം. DNS ഈസ് എ ഇന്റർനെറ്റ് ഫോൺ ബുക്ക് മാച്ചിങ് വെബ്സൈറ്റ് നെയിം ടു അഡ്രസ്. നമ്മൾ അടിക്കുന്ന വെബ്സൈറ്റ് നെയിമും നമ്മൾ IP അഡ്രസ്സും മാച്ച് ചെയ്യും. അതാണ് ശരിക്കും ഒരു DNS ഡൊമൈൻ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതില് വെച്ചിട്ടുണ്ടെങ്കിൽ DNS പോയിസണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാക്കർ ചേഞ്ചസ് ദ എൻട്രി സോ യു ആർ സെൻഡ് ടു എ ഫേക്ക് വെബ്സൈറ്റ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പേരടിക്കുന്നത്, ഇപ്പൊ നമ്മൾ LBSന്റെ പേരടിച്ചെങ്കിൽ നമ്മൾ വേറെ ഏതോ സൈറ്റിൽ പോയിട്ട് എൻ്റർ ആവുന്നത്. അതായത് അവിടെ ഹാക്കർ ഇടപെട്ടിട്ട് നമുക്ക് ശരിക്കും നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തേണ്ട ആ ഒരു IP അഡ്രസ് അല്ലെങ്കിൽ ആ ഒരു മാച്ച് ചെയ്യേണ്ട IP അഡ്രസ് സെയിം ആക്കാണ്ട് ഈ IP അഡ്രസ് വേറൊരു IP അഡ്രസ്സിലോട്ട് അവർ മാറ്റുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, LBSന്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യുന്ന പകരം വേറെ ഏതോ സൈറ്റിൽ നമ്മൾ പോയി റീച്ച് ആവുന്നത്. ഓക്കെ, ഇതാണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് മീൻസ് ഇതിൽ നടക്കുന്ന ഹാക്കിംഗ് DNS പോയിസണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമുക്കൊരു ബാങ്കിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.bank.com. ബട്ട് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ബാങ്കാണ്. ഓക്കെ, അപ്പൊ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സൈറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. അപ്പൊ അന്നേരം എന്ത് ചെയ്യും, ഹാക്കർ റീഡയറക്ട്സ് ടു എ ഫേക്ക് സൈറ്റ്.
ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വിചാരിക്കും ഓക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹാക്ക് ചെയ്യണം നമുക്ക് അറിയാൻ പോലും പറ്റില്ല. ബട്ട് ലുക്സ് റിയൽ ആൻഡ് സ്റ്റീൽസ് യുവർ പാസ്വേഡ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ ഒരു ബാങ്കിന്റെ വെബ്സൈറ്റ് പോലെ തന്നെ ഉണ്ടാവുക കാണാൻ. പക്ഷെ നമ്മൾ എത്തിപ്പെട്ട വേറെ ഏതൊരു സൈറ്റിലായിരിക്കും, ഹാക്കർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെബ്സൈറ്റിലോട്ടായിരിക്കും എത്തിച്ചേരുന്നത്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാങ്കിന്റെ സെയിം ഫോർമാറ്റിലും ആ ഒരു ഫ്രണ്ട് ആൻഡ് വ്യൂലൊക്കെ ആയിരിക്കും സൈറ്റ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെയോ അറിയാണ്ട് ആ ഒരു ഹാക്കർ വഴി എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫേക്ക് വെബ്സൈറ്റിലോട്ട് എത്തപ്പെടുന്നു. പക്ഷെ റിയലി നമുക്ക് ലുക്കിംഗ് എന്തായിരിക്കും, ഫുൾ നമ്മൾ ആ ഒരു ബാങ്കിന്റെ വെബ്സൈറ്റ് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ അതിൽ ട്രാൻസാക്ഷൻ നടത്തുന്നു, കുറെ നടത്തുന്നു. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു മണിയെല്ലാം അവർക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു അറ്റാക്ക് എല്ലാം നടക്കുന്നത്, നമ്മുടെ പൈസ എല്ലാം തട്ടിയെടുക്കുന്നത്. അങ്ങനെ എല്ലാം ഒരുപാട് ഈ ഒരു DNS പോയിസണിങ്ങിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പറയാനുണ്ട്. ഓക്കെ, അപ്പോ ഓക്കെ, അപ്പൊ ഇതിൽ പറയാൻ പറ്റും ഡേഞ്ചേഴ്സ് ഓഫ് സ്റ്റീൽ ലോഗിൻ ഇൻഫോ, അതായത് നമ്മളെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അവർക്ക് എടുക്കാൻ പറ്റും. ഇൻസ്റ്റാൾസ് മാൾവെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് നമ്മുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, DNS പോയിസണിങ്ങിലൂടെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് DNS, അതുപോലെ DNSന്റെ സൈഡ് എഫക്ട്സ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്കുള്ളത്. ഇനി ബാക്കി ഗ്ലാഡ്വിനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും മനസ്സിലായോ? അതെന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടോ? ചോദിക്കട്ടോ, എല്ലാരും ഓപ്പൺ ആയിട്ട് ചോദിക്കാം, എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. ഹലോ, കമന്റ് ബോക്സിലാണ് അങ്ങനെ ചോദിച്ചാലും മതി. വോയിസ് ഓൺ ആക്കാൻ മടിയുള്ളവര് കമന്റ് ബോക്സ് ചാറ്റും ചോദിക്കാം. എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും ഇതിന് കിട്ടിയോ നിങ്ങൾക്ക്? എന്താണ് ഇന്റർനെറ്റ് ഇല്ലെങ്കിലും മെസ്സേജസ് എങ്ങനെയാണ്, ഇന്റർനെറ്റ് ആ ഒരു മെസ്സേജിൽ നടക്കുന്ന അറ്റാക്സിനെ കുറിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ബാക്കി ഇതിന്റെ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൈഡ്സും കാര്യങ്ങളെല്ലാം ഗ്ലാഡ്വിൻ കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് ഇൻഫർമേഷൻസ് കിട്ടും. ഇനി ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ അഡ്മിൻസിനോട് കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ താങ്ക് യു. ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു ഗ്ലാഡ്വിന്. So, hello guys, myself Gladwin. So, എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻ ടെസ്റ്റിംഗ് ഫണ്ടമെന്റൽസ് ആണ്. സോ ആക്ച്വലി ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം കുറച്ചൊക്കെ നെറ്റ്വർക്ക് തിയറിയുടെ ബേസിക്സ് ഉണ്ടെങ്കിൽ ചിലതൊക്കെ മനസ്സിലാവും. എങ്കിലും നമുക്ക് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ശരി, സ്ക്രീൻ. So, റെക്കോണസെൻസ് അല്ലെങ്കിൽ റീകോൺ എന്ന് പറയും. സോ ഒരു പെൻ ടെസ്റ്റിങ്ങിൽ ബേസിക് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന റീകോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇത് ഒരു ഇനീഷ്യൽ ഫേസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് ഫസ്റ്റ് ഇപ്പോൾ ഒരു അറ്റാക്ക് നടത്തുന്നതിന് മുമ്പ് ആ ഒരു സിസ്റ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്ക് ഏരിയ എങ്ങനെയാണ് എന്ന് സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ റീകോൺ അല്ലെങ്കിൽ റെക്കോണസെൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Reconnaissance is the first phase of cyber attack or penetration test where an attacker gathers information about a target system, network or organization before attempting to exploit it. അപ്പോൾ ഒരു അറ്റാക്ക് നടത്തുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു ഇനീഷ്യൽ സ്റ്റേജ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ സ്കൗട്ടിംഗ് ദ ടെറൈൻ ബിഫോർ ആൻ അറ്റാക്ക്. ഒരു മിലിറ്ററി ഗ്രൂപ്പ് ഒരു ബേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഏരിയ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അതെങ്ങനെയാണ് അതിന്റെ രീതിയും അങ്ങനെ എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതൊന്ന് നോക്കി വെക്കുക. അതാണ് ബേസിക്കലി റീകോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ദ മെയിൻ പർപ്പസ് ഓഫ് റെക്കോണസെൻസ്
ഈസ് ടു ഐഡന്റിഫൈ ദ പൊട്ടൻഷ്യൽ എൻട്രി പോയിന്റ്സ്. പിന്നെ ഗ്യാദർ ഐ പി അഡ്രസ്. ഇപ്പൊ നേരത്തെ ഷാമിൽ പറഞ്ഞ പോലെ തന്നെ ഐ പി അഡ്രസ്, നമ്മുടെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകളുടെ ഐ പി അഡ്രസ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഡൊമൈൻസ്, ഇമെയിൽ ഐ ഡിസ്, അങ്ങനെ പിന്നെ അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ എംപ്ലോയി ഇൻഫോ, എക്സ്പോസ് സിസ്റ്റം, കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ എൻട്രി പോയിന്റ്സ്, ഐഡന്റിഫൈങ് ദ പൊട്ടൻഷ്യൽ എൻട്രി പോയിന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഈ പോർട്സ് ആണ്. അതായത് ഈ പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ, ഡിവൈസുകളിൽ ഓരോ സർവീസ് റൺ ചെയ്യുമ്പോഴും അത് ഓരോ പോർട്ട് വഴിയായിരിക്കും റൺ ചെയ്യുന്നത്. സപ്പോസ് ഇങ്ങനെ കൺസിഡർ ചെയ്യാം, ഇപ്പൊ ഒരു ബിൽഡിംഗ് നമ്പർ, അതാണ് നമ്മുടെ ഐ പി അഡ്രസ്. അപ്പൊ ഈ ബിൽഡിംഗ് നമ്പറിൽ കുറെ റൂംസ് ഉണ്ടാവുമല്ലോ, അതാണ് ഈ ഓരോ പോർട്സും. ഈ ഓരോ പോർട്സും ഓരോ സർവീസ് ആണ് റൺ ചെയ്യുക. അത് ചിലപ്പോൾ ഓൺ ആയിരിക്കും, അല്ലെങ്കിൽ ഓഫ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ HTTPS പോർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 8080 ആണ്. HTTPS പോർട്ട് എന്ന് പറയുന്നത്, അല്ല, HTTP പോർട്ട് എന്ന് പറയുന്നത് 443 ആണ്. അങ്ങനെ ഇപ്പോൾ ഇമെയിൽ സെൻഡ് ചെയ്യുമ്പോൾ ഓപ്പൺ ആകുന്ന പോർട്ട് 25, പിന്നെ 465, അങ്ങനെ പല പല പോർട്ടുകൾ ഉണ്ടാവും ഓരോ സർവീസുകൾക്കും. സോ ഒരു പെൻ ടെസ്റ്റിംഗിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം, ഒരു അറ്റാക്ക് നടത്താനായിട്ട് ബേസിക് ആയിട്ട് നോക്കുന്നത് ഏതെങ്കിലും ഒരു പോർട്ട് ഓപ്പൺ ആണോ എന്നുള്ളതാണ്. പിന്നെ ഈ റീകോണിൽ ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസിൽ ഒന്നാണ് എൻമാപ്പും, പിന്നെ എൻമാപ്പിന്റെ തന്നെ സ്ക്രിപ്റ്റ് എഞ്ചിനും, NSE സ്ക്രിപ്റ്റ്സ്. സോ നമുക്ക് എൻമാപ്പ് എങ്ങനെയാണ്, എന്താണ് സംഭവം എന്നും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ എൻമാപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം നെറ്റ്വർക്ക് മാപ്പർ ആണ്. ഇറ്റ്സ് ആൻ ഓപ്പൺ സോഴ്സ് സെക്യൂരിറ്റി സ്കാനർ വൈഡ്ലി യൂസ്ഡ് ഇൻ സൈബർ സെക്യൂരിറ്റി ഫോർ നെറ്റ്വർക്ക് ഡിസ്കവറി, പോർട്ട് സ്കാനിങ്, സർവീസ് ആൻഡ് OS ഫിംഗർ പ്രിന്റിംഗ്, വൾനറബിലിറ്റി ഡിറ്റക്ഷൻ. സോ നെറ്റ്വർക്ക് ഡിസ്കവറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എൻമാപ്പ് എന്ന് പറയുന്ന ഒരു ടൂൾ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ പെർട്ടിക്കുലർ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ ഡിവൈസുകളുടെയും IP അഡ്രസ്സ്, ഈവൻ MAC അഡ്രസ്സ് പോലും നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഈ നെറ്റ്വർക്ക് ഡിസ്കവറി. പിന്നെ പോർട്ട് സ്കാനിങ്. ഇപ്പൊ നമ്മുടെ നെറ്റ്വർക്കിൽ കണക്ട് ആയിട്ടുള്ള ഡിവൈസുകളിൽ ഏതെങ്കിലും ഒരു സർവീസ് റൺ ആയിട്ടുണ്ടെങ്കിൽ അല്ല, റൺ ആകുന്നുണ്ടെങ്കിൽ അത് ഏത് സർവീസ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ട് സ്കാനിങ്. പിന്നെ കുറച്ചും കൂടെ കമാൻഡ്സ് നമ്മൾ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആ ഒരു ഡിവൈസിൽ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വൾനറബിലിറ്റി ഡിറ്റക്ഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എൻമാപ്പിലൂടെ. സോ ഇതാണ് ബേസിക് എൻമാപ്പ് കമാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇത് വെറും ബേസിക്സ് ആണ്. ഇഷ്ടംപോലെ എൻമാപ്പ് കമാൻഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ്സും. സോ നമുക്ക് 2-3 എൻമാപ്പിന്റെ കമാൻഡ്സ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇത് യൂസ് ആകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് ആകുന്നത് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ കാളി ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നത്. വെർച്വൽ മെഷീനിൽ ആണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ടെർമിനൽ ആദ്യം എടുക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് എൻമാപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നത്, എൻമാപ്പ് സെർച്ച് ചെയ്യുക. എൻമാപ്പ് സോ ഇതാണ് നമ്മുടെ ബേസിക്കലി IP അഡ്രസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു 192.168.1.0 എന്ന് പറയുന്നതാണ് നമ്മുടെ IP അഡ്രസ്. ഇത് റൂട്ടറിന്റെ IP അഡ്രസ് ആണ്. ബേസിക്കലി ഈ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസുകളെയും നമുക്ക് കിട്ടും. സപ്പോസ് ഇത് വർക്ക് ആയില്ലെങ്കിൽ നമുക്ക് സൂഡോ വെച്ച് ആക്ടിവേറ്റ് ചെയ്യാം. സൂഡോ എന്ന് പറയുന്നത് റൂട്ട് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂഡോ യൂസ് ചെയ്യുന്നത്. സോ സൂഡോ വെച്ച് ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സൂഡോ വെച്ച് നോക്കാൻ പറ്റും.
ഓക്കെ, ഇപ്പൊ നമുക്ക് ഓക്കെ സുഡോ nmap -sn നമ്മുടെ IP അഡ്രസ് സബ്നെറ്റ് മാസ്ക് അതായത് 24 ഇത്ര ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ കറന്റ് നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസുകളുടെയും IP അഡ്രസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ സപ്പോസ് നോക്കുകയാണെങ്കിൽ ഇതൊരു IP അഡ്രസ്, ഇതൊരു വേറെ ഡിവൈസിന്റെ IP അഡ്രസ്. സോ ഈവൻ മാനുഫാക്ചറിന്റെ മാക് അഡ്രസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ മാനുഫാക്ചറിന്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഈ ടെൻഡർ ടെക്നോളജി എന്ന് പറയുന്നത് ഇതായിരിക്കും നമ്മുടെ റൂട്ടർ. പിന്നെ പല പല ഡിവൈസ് ഇപ്പോൾ ഈ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് കാണാൻ പറ്റുന്നത്. സോ ഇനി നിങ്ങൾക്ക് ഏതൊക്കെ പോർട്ടുകൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡിവൈസ് എടുത്തിട്ട് ആ ഒരു ഡിവൈസിൽ ഇപ്പൊ ഏതൊക്കെ സർവീസ് റൺ ആവുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ പോർട്ടുകൾ ഓപ്പൺ ആണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേറൊരു കമാൻഡ് ഉണ്ട്. സോ ഈ -p കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പോർട്സ് ആണ് കാണിക്കണമെങ്കിൽ ആ പോർട്സ് ഇവിടെ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ എനിക്ക് ആണെങ്കിൽ 80 443 മതി. ബിക്കോസ് ഇതാണ് HTTPയും HTTPSും സർവീസ് റൺ ആകുന്ന പോർട്സ്. സോ ഇത് ഓപ്പൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകളിൽ ഈ പറഞ്ഞ പോർട്ട് നമ്മളവിടുത്തെ 80യോ 443യോ പറഞ്ഞ ഏതെങ്കിലും ഒരു പോർട്ട് ഓപ്പൺ ആണോ അല്ലയോ എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോ ഓക്കെ ടെൻഡർ ടെക്നോളജി അതായത് നമ്മുടെ റൂട്ടർ HTTP പോർട്ട് ഓപ്പൺ ആണ് 80, അതായത് TCP ഇവിടെ ഓപ്പൺ ആണ്. അതുപോലെ തന്നെ വേറൊരു ഡിവൈസ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ക്ലോസ്ഡ് ആണ്. HTTPയോ PS നമുക്ക് കിട്ടില്ല. പിന്നെ 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 വേറെ എവിടെയും ഓപ്പൺ ആയിട്ട് കാണുന്നില്ല. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ഒറ്റൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു പോർട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ അതായത് അവിടെ ഒരു അറ്റാക്ക് പോസിബിൾ ആണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. പ്രത്യേകിച്ച് HTTP ആണ് അവിടെ ഓപ്പൺ ആയി കിടക്കുന്നത്. സോ അവിടെ ഒരു അറ്റാക്കിന്റെ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. നമുക്ക് അറ്റാക്ക് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ HTTPS ആണ് ഓപ്പൺ ആണെങ്കിൽ കൂടിയും HTTPS കുറച്ചും കൂടെ സെക്യൂർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാം. ബട്ട് ഡീറ്റെയിൽസ് എൻക്രിപ്റ്റഡ് ആയിരിക്കും, കുറച്ച് പാടായിരിക്കും അത് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുക. സോ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഏതൊക്കെ പോർട്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. പിന്നെയുള്ളൊരു കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസിൽ കണക്ട് ആയിട്ടുള്ള ഡിവൈസുകളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ റൺ ആകുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ Windows 11-ലായിരിക്കും റൺ ആവുക, 7-ലായിരിക്കുക, 8-ലാ, ഏതിലെങ്കിലും ആയിരിക്കാം. സോ ഇപ്പോൾ Windows 7-ലൊക്കെ റൺ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു IP അഡ്രസ്സിന്റെ ഡിവൈസിന്റെ OS എന്താണ്, ആ OS നമുക്ക് അറിയുന്ന OS ആണെങ്കിൽ, ലൈക്ക് ഇപ്പോൾ Windows 7 ഒക്കെ ആണെങ്കിൽ അറ്റാക്സ് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് നടത്താൻ പറ്റും. പക്ഷെ Windows 10 ഒക്കെ ആണെങ്കിൽ അറ്റാക്സ് നടത്താം, പക്ഷെ കുറച്ചും കൂടെ അറിയണം. Windows 7-ലൊക്കെ ഇഷ്ടംപോലെ വൾണറബിലിറ്റീസ് ഓൾറെഡി നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് തന്നെ കിട്ടും. സോ നമുക്ക് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോ അതാണ് ഈ OS അറിയുന്നുണ്ടുള്ളൊരു ഗുണം. സോ ഇപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിലുള്ള ഡിവൈസുകളുടെ OS കണ്ടുപിടിക്കാൻ ഉള്ളൊരു കോഡാണ്
-O വെച്ചിട്ട് വരുന്നത്. സോ nmap -O വെച്ച് കണ്ടുപിടിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ -A എന്ന് കൊടുത്താലും വരും. ഈ പോർട്ട് നമ്പേഴ്സ് നമുക്ക് വേണം. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കമാൻഡ് -O കൊടുത്താൽ മതി. സുഡോ nmap -O പിന്നെ ആ IP അഡ്രസ്. സോ ഈ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ആയിട്ടുള്ള ഡിവൈസുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഓരോന്നും 100, 104, 107. സോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ മാക് അഡ്രസ് കാണാം, അതുപോലെ തന്നെ OS കാണാം. ഇപ്പോൾ നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു വിൻഡോസ് മെഷീൻ ഇവിടെ, ഞാനിത് റൺ ചെയ്തത് വെർച്വൽ മെഷീനിലായതുകൊണ്ട് തന്നെ എൻ്റെ മെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസ് ആണ്. സോ വിൻഡോസ് ഓൾറെഡി വൈഫൈയിൽ കണക്റ്റഡ് ആണ്. സോ അതും ഇതിൻ്റെ അകത്ത് വരേണ്ടതാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു IP അഡ്രസ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 192.168.0.110. ഇവിടെ നിങ്ങൾക്ക് ഒരു പോർട്ട് ഓപ്പൺ ആയിട്ട് കാണാം അല്ലെ. 3306 എന്ന് പറഞ്ഞൊരു പോർട്ട് ഓപ്പൺ ആണ്. അത് MySQLന്റെ പോർട്ടാണ്. ഓൾറെഡി എൻ്റെ ഡിവൈസിൽ MySQL ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആകുന്നത് കൊണ്ടാണ് ആ ഒരു പോർട്ട് ഓൺ ആയി കിടക്കുന്നത്. ആ ഒരു ഡീറ്റെയിൽ കിട്ടി. പിന്നെ മാക് അഡ്രസ് കിട്ടി. ഓക്കെ, പിന്നെ റണ്ണിങ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11. ലുക്ക്, ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഡിവൈസിന്റെ OS വരെ കിട്ടി. സോ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ അറ്റാക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിൻഡോസ് 11 ആണെങ്കിൽ ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട് ടു അറ്റാക്ക്. വിൻഡോസ് 7 ആണെങ്കിൽ ഇഷ്ടംപോലെ കമാൻഡ്സും പ്രോപ്സും ഒക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഡിവൈസ് ഉണ്ടോ നോക്കാൻ പറ്റും. വേറെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഡിവൈസസ് ഒന്നും ഇല്ല. ആകെ ഈ കമ്പ്യൂട്ടർ മാത്രമേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിട്ടിയുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഒരു ഡിവൈസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇതൊക്കെയാണ് ബേസിക് കമാൻഡ്സ് നിങ്ങളൊരു nmap യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത്. സോ ബേസിക്കലി ഇതൊന്നും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, മെല്ലെ മെല്ലെ പഠിക്കും നിങ്ങൾ. ഓരോ പ്രാവശ്യം നിങ്ങൾ കാളിൽ ലിങ്ക്സ് ഓപ്പൺ ചെയ്ത് nmap വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇഷ്ടംപോലെ കമാൻഡ്സ് ഇതല്ലാണ്ട് അവൈലബിൾ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് nmap തന്നെയാണ്, പക്ഷെ ഒരു സ്ലൈഡ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. nmap സ്ക്രിപ്റ്റിംഗ് എഞ്ചിൻ അല്ലെങ്കിൽ NSC എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ NSC ബേസിക്കലി എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത പല കമാൻഡ്സും മാനുവലി നമ്മൾ ടൈപ്പ് ചെയ്തല്ലേ, ചില സെറ്റ് ഓഫ് കോഡ് അല്ലെങ്കിൽ ചില സെറ്റ് ഓഫ് കമാൻഡ്സ് നമുക്ക് ഒറ്റ ക്ലിക്കിൽ റൺ ചെയ്യാനായിട്ടാണ് NSC സ്ക്രിപ്റ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മൾ nmapന്റെ കമ്മ്യൂണിറ്റി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ nmapന്റെ മാനുവലി തന്നെ നോക്കുകയാണെങ്കിൽ, ഇഷ്ടംപോലെ സ്ക്രിപ്റ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഓരോ സ്ക്രിപ്റ്റും ഒരു സെറ്റ് ഓഫ് കമാൻഡ്സ് റൺ ചെയ്യും. ലൈക്ക് ഇപ്പോൾ വൾണറബിലിറ്റി, ഓപ്പൺ പോർട്ട് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക, അവിടെ പോസിബിൾ ആയിട്ടുള്ള വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കുക, അറ്റാക്സ് പ്ലാൻ ചെയ്യുക. ഇതെല്ലാം ഓരോ സ്ക്രിപ്റ്റ്സ്, അതായത്
സിംഗിൾ സ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. അത് ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനും പറ്റും. ഇപ്പോ നമുക്ക് Nmap എടുത്ത് നോക്കുകയാണെങ്കിൽ Nmapന്റെ മാനുവൽ അല്ലെങ്കിൽ ഓക്കെ, Nmapന്റെ വെബ്സൈറ്റിൽ തന്നെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ്സ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ സ്ക്രിപ്റ്റ് ആർഗ്യുമെന്റ് കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, പിന്നെ ഹെൽപ്പിന് ഒരു സ്ക്രിപ്റ്റ്, ട്രേസ്, ഇതൊക്കെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഒരു സെറ്റ് ഓഫ് പർപ്പസ് നിങ്ങൾക്ക് വെറും സിംഗിൾ കമാൻഡിലൂടെ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് സ്ക്രിപ്റ്റിന്റെ മെയിൻ ഗുണം, ഓട്ടോമേഷൻ. അതായത് നിങ്ങൾക്ക് കുറെ ടൈം സ്പെൻഡ് ചെയ്യാണ്ട് തന്നെ കുറെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാൻ ഇങ്ങനെ കൊടുത്താൽ മതി, Nmap -- സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട സ്ക്രിപ്റ്റ് ഏതാണോ അതൊന്നെങ്കിൽ നിങ്ങൾ കസ്റ്റമായിട്ട് മേഡ് ചെയ്ത സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ ഇൻബിൽഡ് ആയിട്ട് കുറെ സ്ക്രിപ്റ്റ്സ് Nmapൽ അവൈലബിൾ ആണ്, അതിലേതെങ്കിലും ഒന്ന് റൺ ചെയ്യാം. അതാണ് ബേസിക്കലി ഈ NSE സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ചില മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ്സ് പെൻ ടെസ്റ്റിങ്ങിന്റെ ഭാഗത്തുനിന്ന്. Nmap സ്ക്രിപ്റ്റ് HTTP ടൈറ്റിൽ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു IP അഡ്രസ് കൊടുക്കുകയാണെങ്കിൽ അതൊരു വെബ് പേജിന്റെ ടൈറ്റിൽ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ വൾനറബിലിറ്റി ഡിറ്റക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് ഈ വൾൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ IP അഡ്രസ് കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഉള്ള എല്ലാ വൾനറബിലിറ്റീസും, ആ ഒരു ഡിവൈസിലുള്ള എല്ലാ വൾനറബിലിറ്റീസും ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് ബേസിക്കലി NSE സ്ക്രിപ്റ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നേരത്തെ ഷാമില് ARP-നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ. അപ്പം ARP സ്പൂഫിംഗ് എന്താണെന്ന് ഒന്നും കൂടെ പറയാം. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഈ ഓരോ റൂട്ടറിന്റെ അണ്ടറിലുള്ള കുറേ ഡിവൈസുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, ഇന്റർനെറ്റിൽ മെസ്സേജ് പോകാനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് IP അഡ്രസ്സ്. അപ്പോൾ ഈ റൂട്ടറിൽ പല ഡിവൈസസ് കണക്റ്റഡ് ആയിരിക്കുമല്ലോ. അപ്പൊ ഈ റൂട്ടർ ഇതിൽ ഏത് ഡിവൈസിനാണ് ഈ പറഞ്ഞ മെസ്സേജ് ഇന്റർനെറ്റിൽ നിന്ന് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കണമെങ്കിൽ അതിന് MAC അഡ്രസ്സ് കയ്യിൽ വേണം. IP അഡ്രസ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോ റൂട്ടർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ARP റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ഇതെല്ലാം ആ ഒരു റൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളിലേക്കും ഇത് പോകും. അങ്ങനെ ഈ ARP റിക്വസ്റ്റിൽ റൂട്ടർ സെൻഡ് ചെയ്യുന്നത് റൂട്ടറിന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു IP അഡ്രസ് ആയിരിക്കും. പക്ഷെ റൂട്ടറിന് ആ IP അഡ്രസ്സിന്റെ ഓണർ ആയിട്ടുള്ള MAC അഡ്രസ് അറിയില്ല. അപ്പൊ ഈ MAC അഡ്രസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ARP സെൻഡ് ചെയ്യുന്നത്. അപ്പൊ റൂട്ടർ ഈ ARP ഈ ഒരു IP അഡ്രസ് വെച്ചിട്ട് സെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ IP ആയിട്ട് മാച്ച് ചെയ്യുന്ന ഡിവൈസ് അതിന്റെ MAC അഡ്രസ് റൂട്ടറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ റൂട്ടറിന് മനസ്സിലാവും, ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച IP-യുടെ MAC അഡ്രസ് ഇതാണ്. സോ ആ ഒരു MAC അഡ്രസ്സിലേക്ക് ഇനി ഡാറ്റ സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് സെൻഡ് ചെയ്യാം. സോ ഇതാണ് ബേസിക്കലി ARP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ARP സ്പൂഫിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നെറ്റ്വർക്ക് അറ്റാക്ക് വേർ an attacker sends fake ARP messages on a local network to associate the attacker's MAC address with the IP address of another host. This tricks another machine into sending network traffic to the attacker instead of the legitimate machine. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിഡിൽ മാൻ അല്ലെങ്കിൽ ഒരു മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ മിഡിൽ മാൻ ആയിട്ടുള്ള അറ്റാക്കർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂട്ടർ ഒരു ARP റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമല്ലോ. അപ്പൊ ഈ അറ്റാക്കർ മിഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ARP റിക്വസ്റ്റ് ആർക്ക് കിട്ടും? അറ്റാക്കറിന് കിട്ടും. ഈ അറ്റാക്കർ എന്ത് ചെയ്യും? അറ്റാക്കർ ഒരു ARP റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യും, എന്നിട്ട് എല്ലാ ഡിവൈസുകളിലേക്കും ഇത് സെൻഡ് ചെയ്യും. അങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു IP ആയിട്ട് മാച്ച് ആയിട്ടുള്ള MAC അഡ്രസ് ആർക്ക് കിട്ടും? റൂട്ടറിനും കിട്ടും, അതുപോലെ തന്നെ അറ്റാക്കറിനും കിട്ടും. ഓക്കെ, ഇത് രണ്ട് സൈഡിലും നടക്കും. ലൈക്ക് ഇപ്പൊ ഇതൊരു ഡിവൈസും നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസും അറ്റാക്കറിന് കിട്ടും, അതുപോലെ തന്നെ റൂട്ടറിന്റെ MAC അഡ്രസ്സും
അറ്റാക്കറിന് കിട്ടും. അപ്പോൾ മിഡിൽ ഒരാളെ, അപ്പൊ എന്തൊരു മെസ്സേജ് വന്നാലും അല്ലെങ്കിൽ ഏതൊരു മെസ്സേജ് വന്നാലും ഈ മിഡിൽ മാൻ ആയ അറ്റാക്കറിലൂടെ അല്ലാണ്ട് ഈ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് എത്തൂല. അത് ഡെസ്റ്റിനേഷനിൽ നിന്ന് സോഴ്സിലേക്കാണെങ്കിൽ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അറ്റാക്കർ വഴി അല്ലാണ്ട് ഈ പറഞ്ഞ സാധനം പോകില്ല. സോ അതിന്റെ ഒരു ലൈവ് ഡെമോ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഈറ്റർ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. സോ ബേസിക്കലി ഈറ്റർ ക്യാപ്പ് DNS പോയിസണിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ അത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇത്ര ചെയ്താൽ മതി. ജസ്റ്റ് ഈറ്റർ ക്യാപ്പ് സെർച്ച് ചെയ്യാം. ഇതാണ് നമ്മുടെ സാധനം. അതിനു മുമ്പ് ഞാനിപ്പോ അറ്റാക്ക് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്ന്, അല്ലെങ്കിൽ എനിക്ക് മിഡിൽ മാനായിട്ട് ആക്ട് ചെയ്യുന്ന 2 ഡിവൈസുകളെ ഞാൻ ആദ്യം ഒരു ധാരണ വേണം. അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ എൻ്റെ മെഷീൻ്റെ IP അഡ്രസ്സ് അല്ലെങ്കിൽ ARP കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു കമാൻഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡിവൈസിന്റെ IP എടുക്കാനായിട്ട് പറ്റും. സോ ബേസിക്കലി ഇതാണ് നമ്മുടെ IP അഡ്രസ്സ് വരുന്നത്. നമ്മുടെ IP അഡ്രസ്സ് ഇതാണ്. അതുപോലെ തന്നെ നേരത്തെ ഈ പറഞ്ഞ ARP റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴും എല്ലാ ഡിവൈസുകളിലും ARP ടേബിൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ ARP ടേബിളിൽ എന്തൊക്കെയുള്ള പല പല ഡിവൈസുകളുടെ MAC അഡ്രസ്സും അതുപോലെ തന്നെ IP അഡ്രസ്സും ഉണ്ടാവും. അതുപോലെ തന്നെ റൂട്ടറിലും ഈ പറഞ്ഞ ARP ടേബിൾ ഉണ്ടാവും. IP അഡ്രസ്സും MAC അഡ്രസ്സും ഉള്ള ഒരു ടേബിൾ. ഇത് വെച്ചിട്ടാണ് ഇവർ മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടേബിൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ എന്താണ് നോക്കാം. ഇപ്പോൾ ARP -A എന്ന് പറഞ്ഞു കൊടുത്താൽ ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിലുള്ള ARP ടേബിളിലുള്ള നെറ്റ്വർക്കും അതുപോലെ തന്നെ IP അഡ്രസ്സും MAC അഡ്രസ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ നമ്മുടെ IP അഡ്രസ് എന്ന് പറയുന്നത് 111 ആണ്. അത് ഓർത്ത് വെക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ARP ടേബിൾ നമ്മുടെ ഡിവൈസിൽ. കാളി ലിനക്സിലെ ARP ടേബിൾ ഇതാണ്. അറ്റ് ദ സെയിം ടൈം എൻ്റെ മെയിൻ സിസ്റ്റം ആയ വിൻഡോസിലെ ARP ടേബിൾ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ IP അഡ്രസ് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഓക്കെ IPv4 അഡ്രസ് ആണ്. അതാണ് 192.168.0.110. ഇതാണ് എൻ്റെ മെയിൻ ഡിവൈസ് വിൻഡോസിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിഫോൾട്ട് ഗേറ്റ് വേ അതാണിത് 192.168.0.1. ഇത് ബേസിക്കലി നമ്മുടെ ഡിഫോൾട്ട് ഗേറ്റ് വേ എന്ന് പറയുന്നത് നമ്മുടെ റൂട്ടർ തന്നെയാണ്. അതായത് റൂട്ടർ വഴിയാണ് മെസ്സേജ് പോകുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ARP ടേബിൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ മെയിൻ മെഷീന്റെ ARP ടേബിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും ഡിവൈസസിന്റെ IP അഡ്രസ്സും അതുപോലെ തന്നെ MAC അഡ്രസ്സും ഈ ഒരു ഡിവൈസിലുണ്ട്. അപ്പോൾ അതിലിപ്പോ 111 ഇതാണ് നമ്മുടെ കാളി ലിനക്സിന്റെ സിസ്റ്റം. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ റൂട്ടർ. സോ ഇനി ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ARP സ്പൂഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കാളി ലിനക്സിൽ പോയിട്ട് ഈറ്റർ ക്യാപ്പ് ഓപ്പൺ ചെയ്യുക. സോ ബേസിക്കലി നിങ്ങൾക്കത് ടെർമിനലിൽ നിന്നും ഈറ്റർ ക്യാപ്പിൽ നിന്ന് ടൈപ്പ് ചെയ്താൽ വരും. ഇതാണ് ഈറ്റർ ക്യാപ്പിന്റെ ഒരു യൂസർ ഇന്റർഫേസ് വരുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് സെറ്റപ്സ് കാണാം. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ടിക്ക് അടിച്ചു വിടാം. ഓക്കെ, ഇനി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിവൈസുകളിൽ ഏതൊക്കെ ഹോസ്റ്റുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഹോസ്റ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് ഈ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇറ്റ് വിൽ സ്കാൻ ദ ഹോൾ നെറ്റ്വർക്ക്. ഓക്കെ, 6 hosts are added to the host list. 6 ഹോസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഹോസ്റ്റ് ആരൊക്കെയാണ് ഹോസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഓരോ IP അഡ്രസ്സും MAC അഡ്രസ്സും നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ റൂട്ടറും പിന്നെ നമ്മുടെ മെയിൻ മെഷീൻ ആയിട്ടുള്ള വിൻഡോസുമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇതാണ് നമ്മുടെ റൂട്ടറിന്റെ അഡ്രസ്സ്. ഇതിനെ ഞാൻ ആഡ് ടു ടാർഗറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് അറ്റാക്ക് ചെയ്യേണ്ട ഡിവൈസ് ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ മെയിൻ ഡിവൈസ്. ഇതിനെ ഞാൻ
ടാർഗറ്റ് 2 ആയിട്ടും സെറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾ കാണുന്ന ഈ ഗ്ലോബൽ ഐക്കൺ ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ബഞ്ച് ഓഫ് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ ARP പോയിസണിങ്, ഈ ARP സ്പൂഫിങ്, ARP പോയിസണിങ് ഒന്നാണ്. അപ്പൊ ഈ ARP പോയിസണിങ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ARP പോയിസണിങ് കൊടുക്കാം. ARP പോയിസണിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ കാളിലിയൻസ് എന്ന് പറഞ്ഞ മെഷീൻ രണ്ട് സൈഡിലേക്കും, അതായത് അപ്പോൾ ഇതിനെയാണ് മാൻ ഇൻ ദ മിഡിൽ അല്ലെങ്കിൽ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്.